ലൈവില് ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചിരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഉള്ളിലുള്ള ഫീലിങ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ്. ഗബ്രി ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, പുറത്തിറങ്ങിയിട്ട് എത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല, നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് നിന്ന് അതൊക്കെ നേരിടാം. എത്ര വലിയൊരു മോശം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം വാല്യൂ കൊടുക്കുന്നത് ജാസ്മിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഗബ്രി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ പറയുന്നത്, നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒന്ന് ഫോൺ വിളിച്ച് പൊട്ടിക്കരയണം, കാരണം ഉള്ളിലുള്ള ഇമോഷൻസ് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് ഗബ്രി എന്നുള്ള കാര്യം ജാസ്മിൻ പറയുമ്പോൾ ഗബ്രിയും പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ഇറങ്ങിയ സമയത്ത് ഒത്തിരി പേര് എന്നെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു, നീ വളരെ സ്ട്രോങ് ആണ്, കാരണം ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ച ചില കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒക്കെ ഗബ്രിക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ മൈൻഡിന്റെ പവർ കൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യാവസ്ഥ അതൊന്നുമല്ല ജാസ്മിനെ, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് എൻഗേജ് ആവാനായിട്ട് നോക്കുകയാണ്, അല്ല എങ്കിൽ ഞാൻ സങ്കടപ്പെട്ടു പോകും. എല്ലാവരും പറയുന്നത് പോലെ എല്ലാത്തിനെയും ഗെയിമായിട്ട് കാണാനായിട്ട് എൻ്റെ മനസ്സത്ര കല്ലൊന്നുമല്ല, എനിക്കും ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരും അതറിഞ്ഞിട്ടില്ല. എൻ്റെ ഇമോഷൻസ് എല്ലാം ഞാൻ നിന്നോട് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കത് പറയാനായിട്ട് ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരോ അത്ര വലിയ ഒരു റിലേഷൻഷിപ്പോ എനിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് എൻഗേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലായാലും മറ്റുള്ള വ്യക്തികൾ എന്നോട് പേഴ്സണലി ഈ ഒരു ഗെയിമിനെ പറ്റി ചോദിക്കുമ്പോഴും ഞാൻ എൻ്റേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ മനസ്സത്ര കല്ലെന്നല്ല, എനിക്കുമുണ്ട് ഇമോഷൻസ് എല്ലാം. ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ഇറങ്ങിയിട്ട് എത്ര വലിയ പ്രോബ്ലം ഉണ്ടായാലും നമ്മളത് ഒന്നിച്ചിരുന്ന് നേരിടും എന്നുള്ള കാര്യം ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കോൺവെർസേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും തമ്മിൽ മെന്റലി നല്ല ഒരു റിലേഷൻഷിപ്പിലാണ്. രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാം എന്നൊരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് സാധിക്കില്ല എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഗബ്രി സംസാരിക്കുന്നത്. ജാസ്മിന് ഗബ്രി ഒരുപാട് ഇഷ്ടമാണ്, അത് ജാസ്മിന്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് പുറത്തിറങ്ങേണ്ടി ബിഗ് ബോസിന് പുറത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് ആ ചോദ്യത്തിന് ഉള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലായെങ്കിൽ വളരെ മോശക്കേടുകൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇവർക്ക് രണ്ടുപേർക്കും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്